ഹലോ ഗൈസ്, അങ്ങനെ മറ്റൊരു വെള്ളിയാഴ്ചയും കൂടി വന്നുട്ടാ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചെടുക്കുന്ന വീഡിയോസാണ്. ഇന്ന് ഞാനിത് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇന്ന് കുറച്ച് സന്തോഷമുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്പ്രിങ് ഒനിയൻ ഞാൻ നട്ട് വളർത്തി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഞാൻ നട്ട് വളർത്തി ഉണ്ടാക്കിയ സ്പ്രിങ് ഒനിയൻ വെച്ച് യൂസ് ചെയ്ത് ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് സന്തോഷത്തിലുണ്ട്. കണ്ടോ, എൻ്റെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിട്ടാണ്. എനിക്കൊരു ഏകദേശം ചിക്കൻ കറി നേരത്തെ ആയി, ഏകദേശ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ഇന്നത്തെ അടുക്കള ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മുടെ എന്താ അത് എനിക്ക് മറന്നു ഞാൻ എന്ത് ഉണ്ടാക്കിയെന്ന്. ഇത് ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു തരക്കേടില്ലാത്ത രീതിയിൽ ഞാൻ അടുക്കളയിലൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അടുക്കള ഡ്യൂട്ടി കഴിഞ്ഞു. ഈ വീട്ടിൽ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട്ടിൽ പാട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ വീട്ടിനെ ആര് കുപ്പായ വീട്ടിൽ നീട്ടിനെ ആര് ശുന്തിരിയായിക്കോളൂ, ശുന്തിരിയായിനെ തരൂ. ആര് കുപ്പായ അത്? അമ്മൻ്റെ. കണ്ട, ഒക്കെ എപ്പോഴുള്ള പരിപാടിയാണ്. അമ്മൻ്റെ കുപ്പായ എടുത്തിട്ടിടാം, അല്ലെങ്കിൽ അച്ഛൻ്റെ കുപ്പായ എടുത്തിട്ടിടാം. ഓളെ കുപ്പായ ഒക്കെ ഇഷ്ടമല്ല. ഒക്കെ ആ സെൽഫ് തുറക്കാൻ കഴിയുന്നതുകൊണ്ട് അമ്മൻ്റെ കുപ്പായ എടുത്തിട്ടിടുന്നു. നോക്കുമ്പോൾ ആള് കുറച്ച് വലുതായതുകൊണ്ട് എൻ്റെ കുപ്പായ ശരിയാവുന്നുണ്ട്. നോക്കുക, ശരിയായിട്ടാവുന്നുണ്ടല്ലേ വീട്ടിൽ നിങ്ങൾക്ക്? തോർത്തിട്ടല്ലായിട്ടാ. എന്താ റൂമെല്ലാം ഒന്ന് കാണാൻ അത്ര തിരക്കേടില്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം യൂട്യൂബിലെ പരിപാടിയാണ്. യൂട്യൂബിലെ പാട്ട് ഓടുന്നുണ്ട്. പിന്നെ രതിശേരൻ സിനിമ ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കണ്ടില്ലേ, ഒക്കെ എപ്പോഴുള്ള പരിപാടിയാണ്. എൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ രതിശേരൻ്റെ ഡ്രസ്സ് എടുത്തിട്ടിടാന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മ കേട്ടോ. പണ്ട് അമ്മ എടുക്കെങ്കിൽ പോയിട്ട് കല്യാണത്തിന് വേണ്ടി പോയിട്ടുണ്ടാകുമ്പോഴത്തേക്ക് സാരി മാറ്റുമല്ലോ. അപ്പോൾ അമ്മ വന്നിട്ടാകുമ്പോൾ സാരിനെടുത്ത് ഞാൻ ഉടുക്കലുണ്ട്. അത് എനിക്ക് ഓളങ്ങനെ ചെയ്യുമ്പോൾ അതെന്നെ ഓർമ്മ കേട്ടോ. ഓളിപ്പോൾ ഇപ്പോഴായാലും എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ ഓർമ്മ ആവുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടിയല്ല. ഇനി ഇവിടെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം, ഇവർക്കൊന്ന് ഫുഡ് കൊടുക്കണം, നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. വിശക്കുന്നുണ്ട്. സമയം എന്ന് പറയുന്നത് 2 മണിയായിട്ടാണ്. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഇവിടെ ഫുഡ് കഴിക്കാനേ ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 11 മണി കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ വിശക്കൊന്നും ഉണ്ടാവില്ല. ഒക്കെ വിശപ്പ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവളൊന്ന് കുളിപ്പിച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ വെള്ളിയാഴ്ച രതിശേട്ടന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വർക്ക് ചെയ്യാനെല്ലാം നല്ല ഹെൽപ്പ് ചെയ്യും. അടിക്കാനും തോർത്താനെല്ലാം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടൊന്നും പണി പെട്ടെന്നാവും. പക്ഷെ ഞാൻ എനിക്കിന്ന് ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുന്നത് എപ്പോഴും 3 മണിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ഈ കുട്ടി സുന്ദരിയാവാൻ പോകുന്നുണ്ട്. ഈ കുട്ടി കരിയുന്നുണ്ട് കേട്ടോ. എന്തിനാ കുട്ടി കരിഞ്ഞത്? ഇതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കരിഞ്ഞത്. മുടെല്ലാം നോക്കി കരിഞ്ഞിട്ട് ഇതായി. ഇത് ഒക്കെ അവളെ കയ്യിലിട്ട് കൊടുക്കണം വെച്ചാണ് കരിഞ്ഞത്. അത് സുന്ദരിയാവണ്ടേ. ഈ കുട്ടി സുന്ദരിയാവുന്നു കേട്ടോ. അതാ എങ്ങനെ സുന്ദരിയാന്ന് കാണിച്ചു കൊടുക്ക്. എങ്ങനെ കുട്ടി സുന്ദരിയാവുന്നേ? അങ്ങനെ ഒറ്റയടിക്ക് ഒറ്റ തേക്കല്. അങ്ങനെ ഈ കുട്ടി സുന്ദരിയാവാൻ പോകുന്നത് ഗൈസ്, നിങ്ങളെ കണ്ടോളൂ. മുമ്പൊക്കെ കുറിയെല്ലാം ഇതെങ്കിൽ എന്താ പണി അറിയോ? ഒന്നും അനുസരിച്ച് നിൽക്കൂലൊന്നുമില്ല. ഇപ്പം എന്താ അനുസരിച്ച് അറിയോ? അത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി. സുന്ദരിയാവേണ്ടി കുട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടി വരും. നിൽക്കാൻ കണ്ട. എന്നിട്ട് ഇവള് പറയുന്നത് കേൾക്ക്. ആയിട്ട് നെക്സ്റ്റ് കാണിച്ചു തരാം. അവൾക്ക് ഞാൻ കുറി ഇട്ട് കൊടുക്കും. അത് നെക്സ്റ്റ് ആ കുറി മാത്രം ഒക്കെ തേയില. സുന്ദരിയായോ? സുന്ദരിയായോന്ന് ചോദിക്ക്. എവിടെ ചോദിക്ക്? സുന്ദരിയായോന്ന് ചോദിക്ക്. കാക്കേ കൺമശി കൊണ്ടുവരാൻ മറന്നിട്ടാ. ഐലൈനർ വെച്ച് നമുക്ക് ബെഡ്സിൽ ഇട്ട് കൊടുക്കുന്നേ. എനിക്കിഷ്ടം ഇങ്ങനെ കുറച്ച് വലിയ കുറിയാന്ന് എനിക്കിഷ്ടം. ഇപ്പൊ സുന്ദരിയായില്ലേ കുട്ടി? എന്നെന്തേ കണ്ട. ഇപ്പം ഇനി ഈട വെച്ച് ഇട്ട് കൊടുക്കണം, വീട് ഇട്ട് കൊടുക്കണം. മുമ്പ് ഇടുന്ന പ്രായത്തിൽ ഉള്ളിടാൻ സമ്മതിച്ചുകൊണ്ടായിട്ട്. ഇപ്പോൾ നോക്കി, ഇപ്പോൾ കുറച്ച് വലുതായി. ഇടൊന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒക്കെ ഇടണം, നിർബന്ധം. ഞാൻ ഇടയ്ക്ക് പറ്റിക്കോളാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കില്ല, പറ്റിക്കും. അപ്പോൾ അവള് കണ്ണാടി നോക്കാൻ പോയിട്ട് കണ്ണാടി നോക്കിയിട്ട് ഇട്ടിട്ടാന്ന് പറഞ്ഞിട്ട് കരിയാൻ തുടങ്ങും. ഏകദേശം ഞാൻ ഇടലുണ്ട്. എന്തുകൊണ്ട് കേട്ടോ പറഞ്ഞിട്ട് ചെറിയ കുഞ്ഞിനെ പോലെ. ഇപ്പോൾ നോക്കിയേ, ഇങ്ങോട്ടൊക്കെ മുടിയെല്ലാം ഇതാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇതാ കാണിച്ചെടുക്ക്. ഇതാണ് ഇതൊക്കെ ഇപ്പം നിർബന്ധം. ചെറിയ കുഞ്ഞ് അണട്ടിന് എല്ലോട്ടിന് സുന്ദരിയായിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഇതാ
എന്താ സിനിമയിലുള്ള പാട്ട് എങ്ങനെ കാണുന്നുണ്ട് അതേപോലെ ഒക്കെ കളിക്കാൻ. ഏത് പാട്ട് കുട്ടി? ഇതേ കുട്ടി തല കറക്കും. ഇതേത് പാട്ട്? ആ ഇന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുഡ് കഴിച്ചിട്ടാണ് ടി വി വെക്കല്. ഇന്ന് കുറച്ച് വേഗം വെച്ച് കൊടുത്തു, കാരണം ഫുഡ് ആവാൻ ലേറ്റായി. അതുകൊണ്ട് ഞാൻ ഒക്കെ എന്താ ഫുഡ് ഇന്ന് കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ ടി വി വെച്ച് കൊടുത്തു. അങ്ങനെ നമുക്കൊരു ഫുഡ് ടൈമാണ്. ഫുഡ് ചോറിക്കാം. അപ്പൊ ടി വി ഓഫ് ആക്കി എന്റെ ദേഷ്യമുള്ളത് ഇപ്പൊ എന്നോട്. ഇതാ നോക്ക്, ഇത് ചിത്രം വെച്ചിനെ, ഇതാ കൂയി, ഊട്ടി, ഊട്ടി കൊടുത്തു. ചിക്കൻ കറി കുറച്ച് എരിവുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചിക്കൻ കറി എത്തിട്ടാ. ചിക്കൻ പീസ് ഉണ്ട്, ചെറിയ ചിക്കൻ പീസ് എടുത്തിട്ട് അങ്ങനെ. സൂപ്പറാണോ? സൂപ്പർ എന്ന് പറയും. സൂപ്പർ. ഇതാണ് ഉപ്പ് വരച്ചത്. ഊട്ടിനെ വരച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഊട്ടിനെ വരച്ചിട്ടുണ്ട്. ഇതാണ് ഊട്ടി. പിന്നെ ഒരു പിക്ചർ ഉണ്ട് കേട്ടാ, ഞാൻ കാണിച്ചു തരാം. എടുപ്പാ ഇതാണ് നമ്മുടെ പിക്ചേഴ്സ്. ഇത് യൂട്യൂബിൽ ബുക്ക് കിട്ടാം. മൊത്തം യൂട്യൂബ്സ് അല്ല, നമ്മൾ വരച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ സമയം നോക്കിക്കൊണ്ടിരിക്കും. മാക്സിമം ടി വി കാണിക്കാണ്ടും ഫോൺ കാണിക്കാണ്ടും എന്താ ഫുഡ് കൊടുക്കാൻ ടൈപ്പ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇപ്പം എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ അങ്ങനെ, അതുകൊണ്ട് കുഞ്ഞ് ഫുള്ള് ഫോണിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി ഫോൺ നോക്കിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഇതുവരെ ഇല്ല കേട്ടോ. ആ ശരി ഇതുവരെ ഇല്ല. പിന്നെ ടി വി കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നാട്ടിലാണെങ്കിൽ ടി വി കണ്ടില്ല ഫുഡ് കഴിക്കുന്നത്. ചിക്കൻ പീസാണ്. നാട്ടിലാണെങ്കിൽ ഫുഡ് ടി വി കണ്ടിട്ട് ഫുഡ് കഴിച്ച ദിവസം ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം 1-2 തവണ കഴിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് ടി വി കണ്ടിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ പുറത്തും ഉണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഫുഡ് കഴിക്കും. എൻ്റെ ഫോൺ കൊടുക്കലേ ഇല്ല. എല്ലാവരും എൻ്റെ ഫോണിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ട്. എൻ്റെ ഫോണിൽ കുറേ എന്താ ഒരു പല്ലലിങ്ങനായിട്ടുള്ള പ്രേതത്തിനെ പോലത്തെ ഫോട്ടോസ് എല്ലാം ഇട്ടിട്ട് ആ ഫോട്ടോ കാണിക്കും ഞാൻ. പിന്നെ ഫോൺ തൊടില്ല ആ സമയത്ത്. ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്ത് നോക്കണം. അങ്ങനെതാ നമ്മളെ ഉച്ചത്തെ ഫുഡൊക്കെ സെറ്റായിട്ട് വിളമ്പിയിട്ടെല്ലായി. ഇനി ഒന്ന് കഴിക്കണം. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിരുന്നു കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസും കൂടി ഉണ്ടായതുകൊണ്ട് അച്ഛനും മോള് വഴക്കാർന്ന് ജ്യൂസ് വേണം ഈ കുട്ടി ഭയങ്കര വാശിയാണ് കേട്ടോ. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ അല്ല കേട്ടോ, ഇന്നത്തെ ഫുഡ് നല്ല രസമുണ്ടായി. എനിക്കിഷ്ടമായിട്ടാണ്. എന്തായാലും പിന്നെ വൈകുന്നേരം ബോറടിച്ചുകൊണ്ട് ഇന്നത്തെ ചായ പുറത്തുനിന്നാവാമെന്ന് വിചാരിച്ചു. ചായ കൂടിയും പുറത്തുനിന്നാവാമെന്ന് വിചാരിച്ചിട്ടാ. എന്താ ഈ ഉമലസത്തിൻ്റെ ഈ സ്ട്രീറ്റ് മൊത്തം ഫുഡ് കേട്ടോ. വെറൈറ്റി ഫുഡെന്ന് വെച്ചാൽ ഹോട്ടൽസാണ് കാണാൻ പറ്റുന്നത്. നല്ല നല്ല ഹോട്ടൽസ് കുറേ കിട്ടും കേട്ടോ, കാണാൻ പറ്റും. നമുക്ക് ഏതിലുമാണ് ചൂസ് ചെയ്യാം. പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പറയണ്ട. പിന്നെ ഒരു ചായയും അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട പരിപ്പടയും പിന്നെന്താ ഒരു ചിക്കൻ റോൾ എടുത്ത് കഴിച്ചു. ഞങ്ങൾ റൂമിൽ വന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ സമയം എന്ന് പറയുന്നത് 9 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ രാത്രി പകലല്ല, നമ്മൾ സിനിമ നോക്കാൻ പോവുകയാണ്. ഇന്ന് റിലീസായിട്ടുള്ള എന്താ പാട്രിയറ്റ് കേട്ടോ. പാട്രിയറ്റ് കാണാൻ പോവാണ്. ഇന്ന് സിനിമക്ക് പോകുന്നത് ഇന്നലെ തീരുമാനിച്ചതായിരുന്നു. ഇന്നലെ ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം ഫസ്റ്റ് ഡേ തന്നെ പോകുന്നുണ്ട്. ലാലേട്ടനും മമ്മൂക്കയിലുള്ള സിനിമ അല്ല, അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് ശേഷം എന്താ റിവ്യൂ ഉണ്ടത്. റിവ്യൂ കണ്ടതിന് ശേഷം ഭയങ്കര എന്താ വലിയ പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല. ഭയങ്കര പക്ക ഫ്ലോപ്പാണെന്നാണ് തോന്നുന്നത്. പക്ക അല്ല, നോക്കാം, അങ്ങനല്ല, പക്ക ഫ്ലോപ്പ് എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഫ്ലോപ്പാണെന്നാണ് എന്താ പ്രതീക്ഷിച്ച അത്ര ഇതില്ല. താരങ്ങൾ ഉള്ള സിനിമ മാത്രം അങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, റിവ്യൂസ് അല്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയണം അത്ര. അപ്പോൾ എന്താ ഉച്ചയ്ക്ക് ശേഷം റിവ്യൂ കണ്ടതിനായിട്ട് ഭയങ്കര സങ്കടമായിട്ട്. പക്ഷേ വേണ്ടായിരുന്നു, നല്ലൊരു സിനിമ ആണായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഡേനെ പോകുന്നതിനോട് ത്രില്ലുണ്ട്. പിന്നെ ഞാനൊരു പക്ക ലാലേട്ടൻ ഫാൻ ഇട്ടാ. രതീഷേട്ടൻ പക്ക മമ്മൂക്ക ഫാനാണ്. അപ്പോൾ നമ്മൾ പറയും പക്ഷേ ഇന്ന് ലാലേട്ടന് വലിയ റോളില്ല എന്ന് പറയുന്നുണ്ട്. സങ്കടം ഉണ്ട് എനിക്ക്. ഈ കുട്ടി ലാലേട്ടൻ ഫാനാണോ മമ്മൂക്ക ഫാനാണോ? ഈ കുട്ടിക്ക് ഏത് ഫാൻ ആരെയും ഇഷ്ടം? ലാലേട്ടൻ്റെ മമ്മൂക്കനെയാ? ആർക്ക് വേണ്ടേ? അമ്മനല്ല, ലാലേട്ടൻ്റെ മമ്മൂക്കനെയാ? ലാലേട്ടനാവാ? ലാലേട്ടൻ ഫാൻ എന്ന് പറയും. എങ്ങനെ? ലാലേട്ട. നമ്മൾ രണ്ടുപേരും ലാലേട്ടൻ ഫാൻസ് ആണ്. നീ ലാലേട്ടൻ ഫാൻ അല്ലേ? ലാലേട്ടൻ ഫാനാണ് നമ്മള്.
മമ്മൂക്ക രതീഷേട്ടൻ പക്ക മമ്മൂക്ക ഫാനാണ്, ഞാനും ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ലാലേട്ടൻ്റെ എന്ത് സിനിമ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പൊക്കി പറയും, രതീഷേട്ടൻ എന്ത് മമ്മൂക്കൻ്റെ സിനിമ ഉണ്ടെങ്കിൽ മമ്മൂക്കനെ പൊക്കി പറയും, അങ്ങനെ പറയും. അങ്ങനത്തെ സിനിമയുടെ ഇതിൽ പറയുമ്പോൾ കുറച്ച് പിന്നെ നല്ല സിനിമ ഉണ്ടെങ്കിൽ എല്ലാ സിനിമയും ഞാൻ കാണും കേട്ടോ, പക്ഷെ കുറച്ചും കൂടി ഇഷ്ടം ലാലേട്ടനോടൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ സിനിമ തന്നെയാണ് കേട്ടോ. അതെ സീകുട്ടി ബാ ബാ ബാ, ഇവിടിനെ സുന്ദരിയാക്കണ്ടേ, ഇവിടിനെ നമുക്കൊന്ന് സുന്ദരിയാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സിനിമ കണ്ട് വന്നിട്ട് പറയാന്ന് പറയും. പറയും സിനിമ ഉണ്ട് എന്ന് പറയാറ്. സിനിമ ഉണ്ട് എന്ന് പറയും. ഇപ്പം സിനിമക്ക് പോകുമ്പോൾ വലിയ ഇൻട്രസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടാകുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂക്കിറങ്ങി നടക്കണം, പിന്നെ ഉള്ളത് തുടങ്ങും. അപ്പോൾ ഒന്ന് നമ്മൾ റെഡി ആയിട്ട് സിനിമ കണ്ട് ബാക്കി അഭിപ്രായം പറയാം കേട്ടാ. നമ്മളെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയില്ല, അങ്ങനെ സ്പീഡിൽ എന്താ സിനിമ തിയേറ്ററിൽ കയറിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമ കുഴപ്പമില്ല, നല്ല തിരക്കേടില്ലാത്ത മൂവിയാണ്. അങ്ങനെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.